ഈ കമ്പനി ഇത്രയും വളരും, ഇതിലിങ്ങനെ പോവും, ഇത് ഇവിടുത്തെ സിസ്റ്റം ഇതാണ് എന്ന് പറഞ്ഞ ഫിക്സഡ് ആയി നിൽക്കുന്ന പല സിസ്റ്റങ്ങളും പൊളിഞ്ഞു കൊറോണയിൽ. എന്നിട്ട് ഫങ്ഷണൽ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് വന്നു, ചേഞ്ച് അഡാപ്റ്റായി, ഫ്ലെക്സിബിളായി മാറി, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി. നിങ്ങൾ ഇന്നോവയിൽ തേങ്ങ വിറ്റു ഇല്ലേ? ഇന്നോവ വാങ്ങിക്കുമ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടോ ഇതിൽ തേങ്ങ വിൽക്കേണ്ടി വരുന്നു? ഇല്ല, ഇന്നോവയിൽ തേങ്ങ വിൽക്കുന്നു. നമ്മൾ ഓൺലൈനിലായി, മീറ്റിങ്ങുകൾ ഓൺലൈനായി, ഇങ്ങനെ കൂടിയിരിക്കാൻ പലതും പല കമ്പനികളും ഫയർ ചെയ്തു. അതായത് പാവപ്പെട്ടവർ, മിഡിൽ ക്ലാസ്, പണക്കാർ, ഇങ്ങനെ 3 വിഭാഗം ഉണ്ടായിരുന്നത്. ഇതിൽ പാവപ്പെട്ടവർക്ക് പ്രശ്നമില്ല, അവർക്ക് പാവപ്പെട്ട അവസ്ഥ അനുഭവിച്ച ഒരു പരിചയമായി, അവർക്ക് കുഴപ്പമില്ല. പണക്കാർക്കും കുഴപ്പമുണ്ടായില്ല, അവർക്ക് സേവിങ്സ് ബാക്കിയായി, എക്സ്പെൻസ് ഇല്ല, സേവിങ്സ് ബാക്കിയാവുക ചെയ്തു പണക്കാർക്ക് പലർക്കും. മിഡിൽ ക്ലാസ് ഉണ്ട്, അതായത് വൾണറബിൾ മിഡിൽ ക്ലാസ്. 4 മാസം ശമ്പളം ഇല്ലെങ്കിൽ പാവപ്പെട്ടവനായി മാറുന്നവനെയാണ് വൾണറബിൾ മിഡിൽ ക്ലാസ് എന്ന് പറയാം. കൊറോണയുടെ സമയത്ത് 70% മിഡിൽ ക്ലാസ് താഴെ പോയി, 30% മുകളിൽ കയറി. പണിയെടുത്തോൻ ഈ കൊറോണ സമയത്ത് രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊറോണ സമയത്ത് പൈസക്കാരായ ഇഷ്ടം പോലെ പേരുണ്ട്, പ്രത്യേകിച്ച് ടെക്നോളജി ബേസ്ഡ്, സിസ്റ്റം ബേസ്ഡ്. അപ്പൊ ഇനി നമ്മുടെ ബിസിനസ് കൊറോണ പ്രൂഫ് ആയിരിക്കണം, അതായത് ഡാമേജ് കൺട്രോൾ ആയിരിക്കും, ഡാമേജ് പ്രൂഫ് ആയിരിക്കണം. അതിന് സിസ്റ്റം വരണം, എല്ലാത്തിനും സിസ്റ്റം വരണം. ഇവിടെ നിങ്ങളും നമ്മൾ സിസ്റ്റം കൊണ്ടുവരും. സിസ്റ്റം ഡ്രിവൺ ഇക്കോണമിയാണ് ഇനി അങ്ങോട്ട്. സിസ്റ്റം ഡ്രിവൺ, പ്രോസസ് ഡ്രിവൺ ആയിരിക്കണം. കമ്പനിയിൽ പോലും ഇമോഷണൽ ഡ്രിവൺ ആവരുതെന്നാണ് ഞാൻ പറയാം. പ്രോസസ് ഡ്രിവൺ ആയിരിക്കണം, ഔട്ട്കം ബേസ്ഡ്, പെർഫോമൻസ് ബേസ്ഡ് സാലറി ആയിരിക്കണം അല്ലേ? ഔട്ട്കം ബേസ്ഡ്. ഇതിൽ ഒരു കുഴപ്പം എന്താ അറിയോ? അതായത് പുതുതായിട്ട് വന്ന ചിലവർ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, പഴയ കുറെ ആൾക്കാർ മരവിച്ച് പോയിട്ടുണ്ടാവും. എന്നിട്ട് റിസൾട്ട് ഇവനെ കൊണ്ടുവരിക, പക്ഷെ ശമ്പളം അവന് മറ്റാൾക്ക് കൂടുതലുണ്ടാവും. കാരണം എന്താ? കുറെ കാലം ആയില്ലേ എന്ന്. ആ സാധനമൊക്കെ പൊളിഞ്ഞു, ഗവൺമെന്റ് വരെ അത് പൊളിച്ചു. പെർഫോമൻസ് ബേസ്ഡ് ഇനിയല്ല. ഇനി സിസ്റ്റം മാറാൻ പോകണം. എന്താ പറയുക? 24 hours ആകും മൊത്തം. ഇനി 24 hours ആക്കും ലോകം മുഴുവൻ. അതായത് ഒരു ബാങ്കിൽ 2 ജോലിക്കാരാണ്, രാത്രിയും പകലും ജോലി ചെയ്യുന്നത്. ഒക്കെ സിസ്റ്റം എല്ലാം മാറും. AI വരുന്നു, മെറ്റ വരുന്നു. അടുത്ത 5 വർഷം ഗംഭീര ചേഞ്ച് ഉണ്ടാവുന്നു. ടെക്നോളജി ഡ്രിവൻ അല്ലാത്തൊരു ബിസിനസ്സിന് ഇനി പിടിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ തന്നെ മൊത്തം സിസ്റ്റത്തിലേക്ക് മാറും. ഡാറ്റ ഡ്രിവൺ. നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ചുമ്മാ വാട്സപ്പിൽ അടിച്ച മെസ്സേജ് അതിന്റെ പരസ്യം കാണാം. നമ്മൾ വാട്സപ്പിലേ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് നിർത്താൻ ഇങ്ങനെ മറ്റേ ഡ്രോൺ വെച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അതിന് ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് അവൻ്റെ ഫോട്ടോ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു നാച്ചുറൽ ഡ്രോൺ. അവൻ ഡ്രോൺ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചത്. ഓപ്പോസിറ്റ് അയൽവാസികൾ തമ്മിലൊരു കളി. അപ്പം മുകളിൽ എടുത്തിട്ട് ഞാൻ അവൻ്റെ ഫോട്ടോ എടുത്ത് നാച്ചുറൽ ഡ്രോൺ 2 നില. അപ്പോൾ ഞാൻ ഡ്രോണിൽ നിന്ന് അടിച്ചത് തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ എനിക്ക് ഡ്രോണിൻ്റെ പരസ്യം കിട്ടും. ഡ്രോൺ, പലതരത്തിലുള്ള ഡ്രോണുകൾ. നിങ്ങൾ ഇനി വീട്ടിൽ കയറി ബുദ്ധിമുട്ടുണ്ടോ, ടെറസിക്കാറുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി ഡ്രോൺ ഫോട്ടോ എടുത്തോളും. ഞാൻ സെക്കൻഡുകൾ കൊണ്ട് ഈ അടിച്ച സാധനം അവന്മാർ കേട്ട് അതടിച്ച് ഇറങ്ങി. അറിയാലോ, നമുക്കതൊക്കെ വരുന്നുണ്ട്. സിസ്റ്റം ഡ്രിവൺ, ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം. ഔട്ട്കം നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വളർച്ച. ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്നുള്ളത് സാധനം പോയി. ചിലർക്കൊക്കെ ഒരു ഉറച്ച നിലപാടുകളുണ്ടാവും. ഞാനും ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് മാറൂല. ജീവിതം എന്ന് പറഞ്ഞാൽ ട്രെഡ്മില്ല് പോലെ, ട്രെഡ്മില്ല് കറങ്ങിക്കൊണ്ടിരിക്കുക അടിയിൽ. അതിൻ്റെ മുകളിൽ നിലനിൽക്കണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണം അല്ലേ? ട്രെഡ്മില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് എനിക്ക് ചില ഉറച്ച നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഉറപ്പ് താഴെ ഉണ്ടാവും. കാരണം അടിയിൽ കമ്പനി തിരിക്കണം, അടുത്തേലേക്ക് നിൽക്കണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കണം.